സന്തോഷിച്ച് ചിരിക്കണം ചിരിക്കണം എന്ന് പറയുമ്പോഴേ പുറമേ ചിരിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇന്നത്തെ വ്യവസ്ഥിതിക്കനുസരിച്ച് ഉള്ളിൽ നിന്നുള്ള ചിരി പുറത്തു വന്നോണം നിർബന്ധമില്ല. നമുക്ക് ചിരിക്കാൻ സന്തോഷം വേണമല്ലോ. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലാണ് ചിരി പൂർണ്ണമാകുക. എങ്കിലും അങ്ങ് പറഞ്ഞതനുസരിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാം. അതെ, നല്ല ചിന്തയിൽ നിന്നാണ് നല്ല ചിരി വിരിയുക. അതെ, പക്ഷെ നല്ല ചിന്തകളെ ജനിപ്പിക്കാൻ പാകത്തിനല്ല നമ്മളുടെ സാഹചര്യം നിൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മറുവശവും കൂടിയുണ്ട്. ആ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട് അല്ലെങ്കിൽ ക്ഷേത്രം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവലാതിയാണ്, നമുക്ക് ദുഃഖമാണ്, കണ്ണുനീരാണ്. പക്ഷേ ജീർണതയുടെ ഒരു ലെവൽ വിട്ട് അത് കൂപ്പുകുത്താൻ തുടങ്ങുമ്പോൾ, അത് കൂടുതൽ കൂടുതൽ ജീർണിക്കുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ചിരി വിരിയും. അത് പുനരുദ്ധാരണം സമയമായിരിക്കുന്നു. കൂടുതൽ ജീർണിച്ചാൽ മാത്രമാണ് പുനരുദ്ധാരണം സാധ്യമാവുള്ളൂ. അത് ക്ഷേത്രത്തിനായാലും വീടിനായാലും നാടിനായാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീർണത ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീർണതയുടെ പൂർണ്ണ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ജ്ഞാനികൾ സന്തോഷിക്കും. കാരണം എവിടെയോ ഒരു അവതാരം പ്രത്യക്ഷമായി സർവജീർണതകളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലത്തിനുള്ള തുടക്കമാണ് ആ ജീർണത. പുനരുദ്ധാരണം അടുത്തു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് മോഹൻജിക്ക് തീർച്ചയായിട്ടും ചിരിക്കാം. അപ്പൊ എന്തായാലും അങ്ങിത്രം പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലുണ്ടായ ഒരു വികാരം, ഒരു ആവശ്യം, ഒരു എന്തോ ഒരു തോന്നല്, ഇന്ന് ലോക മനസാക്ഷിക്ക് മുമ്പിൽ, ലോക മനസാക്ഷി എന്ന് പറയുന്ന ലോകത്തിലെ മുഴുവൻ ആളുകളും ഏറ്റവും കൂടുതൽ ലോക ജനത വന്ന് കേന്ദ്രീകൃതമാകുന്ന ഒരു സ്ഥലമാണ് ശബരിമല, അയ്യന്റെ സന്നിധാനം. ഈ അയ്യന്റെ സന്നിധാനം ഇന്ന് അങ്ങ് പറഞ്ഞതുപോലെ ജീർണിപ്പിക്കുന്ന ആളുകളുടെ ഒരു കൂമ്പാരം, ഒരു കൂട്ടം ഇതിനെ ജീർണിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ആ ജീർണിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഏതാണ്ട് അന്തിമ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്തരം കഴുക്കോലൊക്കെ അടിച്ചുകൊണ്ട് പോകണം. അതെ, ഇത്തരം കഴുക്കോലൊക്കെ നേരത്തെ അടിച്ചു മാറ്റി. ഇപ്പോ അതിന്റെ അടിവേര് മാന്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് വിചാരിക്കുന്നത് ഇതെല്ലാം അവിടുത്തെ ഈ ദ്രവ്യങ്ങളായിട്ടുള്ള കാണാവുന്നതെല്ലാം കൊണ്ടുപോയാൽ തീരുമെന്നാണ് വിചാരിക്കുന്നത്. ഇവരെ മുഴുവൻ ഈയാമ്പാറ്റയെ പോലെ വെളിച്ചം കണ്ട് ഈയാമ്പാറ്റ വരുന്ന പോലെ അടുപ്പിച്ചതാണ് എന്നിവർ ധരിക്കുന്നില്ല, നാസ്തികവാദികൾ ധരിക്കുന്നില്ല. ഇവരുടെ അന്തിമത്തിന്റെ കാര്യം എന്തുവാട്ടെ, അങ്ങോട്ട് നമ്മൾ ചർച്ച വിട്ടുപോയാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരില്ല. എനിക്ക് അറിയേണ്ടത് ഈ ഇപ്പോൾ വിളവെടുപ്പ് കാലഘട്ടമാണ്, ഉത്സവങ്ങളുടെ കാലമാണ്. ആ സമയത്ത് ശബരിമലയെ കുറിച്ച് തന്നെ ചോദിക്കാം, അയ്യനെ കുറിച്ച് തന്നെ. ഈ അയ്യന്റെ 108 നാമങ്ങളിൽ ഒരു നാമം, ഒരു നാമത്തിനെ കുറിച്ച് മാത്രം വിശേഷിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നുന്നു. വിദ്യാവൃക്ഷായ നമ എന്നൊരു നാമമുണ്ട്. 108 നാമങ്ങളിൽ. അപ്പൊ വിദ്യാവൃക്ഷായ നമ, വിദ്യാവൃക്ഷം എന്താണ്? അത് ഈ ഇവിടുത്തെ തൊടികളുമായി ബന്ധപ്പെട്ടാല് വൃക്ഷമാണല്ലോ, അപ്പൊ അതിന് ഫലമുണ്ടല്ലോ. അത് വിദ്യ വിതയ്ക്കുന്ന, വിദ്യയെ തരുന്ന വൃക്ഷം ഏതാണ് അറിയില്ല. അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണോ? അപ്പൊ എന്താണ് ഈ ഇവിടെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടാണോ, അറിവുമായി ബന്ധപ്പെട്ടാണോ, വിദ്യയായിട്ട് ബന്ധപ്പെട്ടതാണോ, ഈ ആരുമായി ബന്ധപ്പെട്ടാണ്, എന്ത് ബന്ധപ്പെട്ടാണ്, എന്താണ് അതിൻ്റെ ഒരു സംസ്കാരം, എന്താണ് അതിൻ്റെ അർത്ഥം? വിദ്യാവൃക്ഷായ നമ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു ബാലനെ സംബന്ധിച്ച്, ഒരു അറിവില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അറിവ് നേടണം. തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം അറിയണം. ആ ഗുരുവിനുള്ള ദക്ഷിണയും വിദ്യാവൃക്ഷത്തിന്റെ വിത്താണ്. അതെ അല്ലേ? അപ്പൊ എന്തായാലും അങ്ങ് വിദ്യാവൃക്ഷത്തെ കുറിച്ച് എന്ത് നമ്മൾ വിദ്യ പഠിക്കണമെങ്കിലും അത് ഒരു ഗുരുമുഖത്തുനിന്നോ ഗുരു സവിധത്തിൽ നിന്നോ നമ്മൾ പഠിക്കണമെങ്കിൽ ദക്ഷിണ ആ വിദ്യാവൃക്ഷത്തിൻ്റെ വിത്ത് കൂട്ടിയേ കൊടുക്കാൻ പറ്റും. ആ വിദ്യാവൃക്ഷം ജീവൻ്റെ കാവലാണ്. കാവുകളിൽ ആ പൂവാണ്, ആ പൂ മാത്രമാണ് കാവുകളിൽ ഉപയോഗിക്കുക പൂജിക്കാനായിട്ട്. അത് കാവൽ ആയിട്ട് നിൽക്കുന്ന ജീവലോകത്തിന്, സർവ്വജീവലോകത്തിന് 33 കോടി ചരാചരങ്ങൾക്കും കാവലേക്കുന്ന കവുങ്ങായിട്ട് നിൽക്കുന്ന ആ വൃക്ഷമാണ്. കവുങ്ങാണ്. അപ്പോൾ അടയ്ക്ക ഉണ്ടാകുന്ന, പഴുക്ക ഉണ്ടാകുന്ന ആ കവുങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് വിദ്യാവൃക്ഷം. അതെ, അതാണ് ആ നമ്മൾ ദക്ഷിണ. വിദ്യാവൃക്ഷവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? അതായത് യക്ഷൻ എന്നാണ് ഈ വൃക്ഷത്തെ പറയുക. യക്ഷൻ കവുങ്ങെന്നാ പറയുക. കാവലാണ് കവുങ്ങ്. നമ്മളുടെ തൊടികളിൽ, നെൽപ്പാടങ്ങളിൽ എല്ലാം ധാന്യങ്ങൾ വിളയണമെങ്കിൽ
പരാഗണങ്ങൾ നടന്ന് എല്ലാ പൂക്കളിലും പരാഗണം നടന്ന് ആ എല്ലാ പൂക്കളും ധാന്യങ്ങളായിട്ട് മാറണമെങ്കിൽ പരാഗണകാരികളായിട്ടുള്ള ജീവലോകം ആവശ്യമാണ്. അതിന് നിത്യവും ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ ആ പരാഗണകാരികളായിട്ടുള്ള യക്ഷി എന്ന് പറയുന്ന ജീവലോകത്തിനുള്ള ഭക്ഷണമായിട്ട് എന്നും പൂത്തു നിൽക്കുന്ന കവുങ്ങുകൾ, ആ പാടത്തിൻ്റെ കാവലായിട്ട് നിൽക്കുന്ന കവുങ്ങുകളാണ് വിദ്യാവൃക്ഷം. ആ കവുങ്ങിൻ്റെ വിത്താണ്, ആ അടക്കയാണ്, ആ ശരിക്കും പറഞ്ഞാൽ പാക്കുന്നത് നമ്മൾ, അതാണ് ശരിക്കും ഗുരുദക്ഷിണയായിട്ട് നമ്മൾ ഗുരുവിന് കൊടുക്കുന്നത്. ആ വിത്തില്ലാതെ നമ്മൾ ഒരു ദക്ഷിണ പോലും കൊടുത്താൽ ആ ദക്ഷിണ പൂർണ്ണമാവില്ല. വിദ്യാവൃക്ഷത്തിൻ്റെ ആ കായോട് കൂടിയിട്ട്, ആ ഫലത്തോട് കൂടിയിട്ടാണ് ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നത്. അപ്പോൾ ഈ ദക്ഷിണയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഗുരു അതപ്പം തന്നെ ശിഷ്യൻ്റെ മുമ്പിൽ വെച്ച് വെട്ടി പൊളന്ന് മുറുക്കി തുപ്പലല്ല അതിന് ചെയ്യേണ്ടത്. കാവുകളിലേക്ക് ഈ വിത്തിനെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുരു ചെയ്യേണ്ടത് ആ കാവുകളിലേക്ക് എറിയുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കാവുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അത് പ്രകൃതിയുടെ കാവലായിട്ട് അതവിടെ പൂത്തു നിൽക്കും. അപ്പോൾ കവുങ്ങ് എന്നുള്ള പേര് കാവൽ എന്നുള്ളതിൻ്റെ ഒരു സൂചന. അതെ, കാവലാണ്, കാലാണ്, കാൽ നാട്ടലാണ്. നമ്മൾ ധ്വജപ്രതിഷ്ഠ നടത്തുന്നത് ഇത്തരം കാവുകളിൽ കൊടിമരം ഉയരുന്നത്, ധ്വജം ഉയരുന്നത് ഈ മരത്തിലാണ്. അവിടുത്തെ പൂജയ്ക്കും ഇതിന്റെ പൂവാണല്ലോ എടുക്കുന്നത്, പൂവാണ് ഉപയോഗിക്കുന്നത്. നാഗ ആരാധനയ്ക്ക് ഈ പൂവില്ലാതെ നടക്കില്ല, ഈ പൂക്കുലയില്ലാതെ നടക്കില്ല. അത് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ കവുങ്ങെന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ എല്ലാ അവയവങ്ങളും നമ്മുടെ ജീവനോപാധിയും നമ്മുടെ സംരക്ഷണവുമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു തൂണാണ്, തുണയാണ്, കാവലാണ്, ജീവലോകത്തിൻ്റെ കാവലാണ്. കാരണം പരാഗണം നടന്നാൽ മാത്രമാണ് പൂവ് കായാവുക. ആ പരാഗണം നടത്തുന്നത് ഏത് സീസണിലും പരാഗണകാരികളായിട്ടുള്ള ജീവലോകം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. വസന്തത്തിൽ മാത്രമല്ല, ബാക്കി 5 ഋതുക്കളിലും ഈ പരാഗണകാരികളായിട്ടുള്ള ജീവലോകം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള ഭക്ഷണവുമായിട്ട് കാവലായിട്ട് ഉയർന്നു നിൽക്കുകയാണ് ഈ കവുങ്ങ്. ഈ കവുങ്ങാണ് വിദ്യാവൃക്ഷം. ബേസിക്കായിരിക്കുന്ന ഒരു സയൻസ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ഭക്ഷണങ്ങളെല്ലാം ഓരോ ധാന്യങ്ങളും ഓരോ പൂ വിരിഞ്ഞതിൻ്റെ ഫലമാണ്. ആ പൂക്കളെ ധാന്യങ്ങളാക്കുന്ന പ്രക്രിയ ചെയ്യുന്നത് യക്ഷി എന്ന് പറയുന്ന, ലോകത്തെ ലക്ഷീകരിപ്പിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ജന്തുലോകത്തിന് കാരണമായിരിക്കുന്ന, ജന്തുലോകത്തിന് ജീവനാംശം തരുന്ന, സർവ്വജീവലോകത്തിനും ഭക്ഷണത്തെ ഏകുന്ന ആ യക്ഷി എന്ന് പറയുന്നത് യക്ഷനായിരിക്കുന്ന ഈ കവുങ്ങിനാൽ പ്രധാന വൃക്ഷമാണ്. സീസണില്ലാതെ പൂത്തുകൊണ്ടിരിക്കുന്ന യക്ഷി എന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? യക്ഷൻ എന്ന് പറഞ്ഞാൽ ഗന്ധഗുണമുള്ള വൃക്ഷലോകമാണ് യക്ഷൻ. വിഷ്ണുവാണ്, പുരുഷഭാവമാണ് കവുങ്ങ്. യക്ഷി എന്ന് പറഞ്ഞാൽ ആ ഗന്ധഗുണമുള്ള ആ വൃക്ഷലോകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തെ, തേനീച്ചകളെ, പണ്ടുകളെ എല്ലാം ചെറുജീവികളാണ്, പറന്നു നടക്കുന്ന ചെറുജീവികളാണ് യക്ഷന്മാര്. അതെ, എന്നാലും മുകളിലേക്ക് അതെ നടക്കുന്ന ചെറുജീവികൾ. 36 മീറ്റർ ഉയരത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഈ വൃക്ഷം, ഈ വൃക്ഷത്തിന്റെ ഗന്ധം കടന്നൽ എന്നൊക്കെ പറയുന്ന മാതാളി പോലെയുള്ള കടന്നൽ കൂട്ടം, അതെല്ലാം ഈ യക്ഷി വർഗത്തിൽപ്പെട്ടവരാണ്. 365 ദിവസവും പരാഗണം നടന്നവർ. അതെ, ഇതിനത് വേറൊരു ഇതും കൂടിയുണ്ട്. കൽപ്പവൃക്ഷായ നമ, ശാസ്താവിന്റെ മറ്റൊരു നാമമാണ്. തെങ്ങാണ്, അതും പൂക്കളയോട് കൂടിയിട്ടാണ്. ആയിരക്കണക്കിന് പൂക്കളാണ് അതിനകത്ത് വിരിയുന്നത്. അതിനകത്തും പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തിന്റെ ഫുഡാണ്. അവരുടെ സത്രമാണത്, അവരുടെ കാവലാണ് ഈ. അതുകൊണ്ടാണ് ഈ പാടത്തിൻകര നീളെ ഇങ്ങനെ വേലി പോലെ കവുങ്ങ് നട്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പാടത്തിന്റെ ചുറ്റും സൈന്യം പോലെ വിന്യസിച്ചാൽ കവുങ്ങിനെ കാവലായിട്ട് നിർത്തിയല്ലാതെ അവിടെ വിതച്ചാൽ വിളവുണ്ടാവില്ല. കവുങ്ങ് വെട്ടിയാൽ ഫലം കുറയും, ബലം കുറയും, നമ്മളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് കുറയും. കാവലാണ്, ജീവപ്രപഞ്ചത്തിൻ്റെ കാവലാണ്. എന്ത് ചെയ്യണമെങ്കിലും ഈ കവുങ്ങിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് വാചകം അടിക്കുന്ന എനിക്കോ അങ്ങയ്ക്കോ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ പരാഗണം നടത്താൻ അറിയില്ല. പരാഗണകാരികളായിട്ടുള്ള ജീവലോകം എന്ന് പറയുന്നത് തേനീച്ചയും വണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന പോലുള്ള മാതാളി പോലെയുള്ള വലിയ ഗ്രൂപ്പുകളാണ്. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ജീവന്റെ എവിടെയാണോ തുടക്കം, ഉത്ഭവം, അതെ, ഈ ജീവൻ അവസാനിക്കുന്നിടത്തും ഈ കവുങ്ങിന് പ്രാധാന്യമുണ്ട്. ഇതെല്ലാത്തിലും പ്രാധാന്യമുണ്ട്. അവസാനമുള്ള യാത്ര പ്രശ്നം ഈ വിഷ്ണുലോകത്തിലേക്ക് ലയിക്കുമ്പോഴും ഈ കമുകിനാലാണ്. അതെ, അപ്പോഴും മഞ്ചൽ അതാണ്, അപ്പോഴും
വരുന്ന ആൾക്കും ദക്ഷിണ ഇതാണ്. തേങ്ങയേക്കാൾ ഒരു പടി പ്രാധാന്യത്തോടെ കാണുന്ന വിദ്യാവൃക്ഷം എന്ന് പറയുന്നത് ഈ കവുങ്ങാണ്. അതുകൊണ്ടാണ് ദക്ഷിണയായി നമ്മൾ കൊടുക്കുന്നത്. അതെ, അതെ കിളിപ്പിക്കാൻ പാകത്തിലുള്ള പഴുക്കടക്കിയാണ് ദക്ഷിണ. അത് വീണ്ടും അതിനകത്ത് കൂട്ടി ഏറ്റവും നല്ല പത്രത്തിൽ ഏറ്റവും നല്ല പാത്രം താമ്പൂലമാണ്. പഞ്ചഭൂതങ്ങളെയും ഏറ്റവും പരിശോഭിതമായിട്ട് പ്രശോഭിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ പഞ്ചഭൂതങ്ങളാണല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. വിശേഷേണ 5 ചേർന്ന ആ പ്രപഞ്ചത്തെ വിശേഷേണ ഗ്രഹിപ്പിക്കുവാൻ സാധിക്കുന്ന ആ പത്രത്തിൽ വെച്ച്, ആ പത്രികയിൽ വെച്ച് ഗുരുവിന് നാണയം കൂട്ടി ദക്ഷിണ. അതിനകത്ത് വിദ്യാവൃക്ഷത്തിൻ്റെ വിത്തില്ലെങ്കിൽ ഫലം നാസ്തി, ഗുണം കുറയും. അപ്പോൾ ശരിക്കും ദക്ഷിണ എന്ന് പറയുന്നത്, ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ വിദ്യാവൃക്ഷത്തിൻ്റെ ഫലമാണ് കൊടുക്കേണ്ടത്. അത് വീണ്ടും കിളർക്കാൻ പാകമായ പഴമാണ് കൊടുക്കേണ്ടത്. അത് ഗുരു വെട്ടി മുറുക്കുക എന്നുള്ളതല്ല. അത് ആ വെറ്റിലെ അപ്പം തന്നെ എടുത്ത് കീറി പോന്ന്. അതല്ല, അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആ തൊടികളിലേക്ക് അല്ലെ കാവുകളിലേക്ക് ഇത് നിക്ഷേപിക്കുകയും അവിടെ കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് വളർന്നു വലുതാകുമ്പോൾ ഈ യക്ഷികളായിട്ടുള്ളവർ വന്ന് ഇതിൻ്റെ പൂന്തേനും ഒക്കെ നുകർന്നിട്ട് ഇവിടെ പരാഗണം നടത്തി വീണ്ടും ഇവിടെ പ്രതലത്തിൽ ഈ ഭൂമിയെ എന്നും പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളവില്ലാത്ത വൃക്ഷമാണല്ലേ. നിവർന്ന സ്ട്രൈറ്റ് ആണ്, ഇതിന് വളവില്ലല്ലോ, നിവർന്നു നിൽക്കുന്നതാണ്. ഗുരുവിനെ പോലെ. അപ്പൊ ഗുരു ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉത്തരം ഇവിടെ കിട്ടുന്നുണ്ട്. അതെ, ഒറ്റ തലയേ ഉള്ളൂ. ഗുരുവിന് ഒരു തലയേ ഉള്ളൂ, സ്ട്രൈറ്റ് ആണ്. ഇതാണ് വിദ്യാവൃക്ഷം അല്ലേ. വിദ്യാവൃക്ഷം നമ്മൾ മുറുക്കാൻ മാത്രം ഇന്ന് ഉപയോഗിക്കുന്ന ഈ അടക്കയാണ്. അല്ല, അത് ഈ വിദ്യാവൃക്ഷത്തിന്റെ പര്യായപദം അയ്യപ്പനുമായി ബന്ധപ്പെട്ട്, ശാസ്താവിനുമായി ബന്ധപ്പെട്ട് വരാനുള്ള പര്യായപദങ്ങൾ ഒന്നതാണല്ലോ. ഗുരുവിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ ശിവഭഗവാനാണ്. പക്ഷേ ശാസ്താവ് എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരു ശാസ്താവാണ്. ശിവനെയും അറിയുന്ന ആ ഗുരുവിനെ അറിയുന്ന അറിവാണ് യഥാർത്ഥത്തിൽ ഗുരു. ഹരിഹരനാണ്. അതെ, ഹരിഹര പുത്രനായിരിക്കുന്ന ശ്രീധർമ്മശാസ്താവ്. മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹരനും ഹരിയും ചേർന്ന് ആണ് സർവ്വ പരിഹാരവും. ആ പരിഹാരത്തെ നിർദ്ദേശിക്കുന്ന ഗുരുവിനെയും അറിയുന്ന അറിവേതോ ആ ഗുരുവാണ് ശാസ്താവ്. ആ ഗുരുവിന് ദക്ഷിണ ഈ വിദ്യാവൃക്ഷമാണ്. അതുകൊണ്ടാണ് ശരിക്കും നമ്മളുടെ ഗുരുവിൻ്റെ ഗുരുവായിരിക്കുന്ന ശിവൻ്റെ മാറിൽ ശിവൻ്റെ തന്നെ അവതാരം, വൈഷ്ണവ അവതാരമായിരിക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒറ്റ ശിരസുള്ള ആ വൃക്ഷം, അത് പൂത്താൽ എത്ര കിലോമീറ്റർ അകലെ വരെയും അതിൻ്റെ ഗന്ധത്തെ പകരുവാൻ കഴിയും. അങ്ങനെ ഗന്ധത്തെ സഞ്ചരിപ്പിക്കുന്ന ആ ഇന്ദ്രഗുണമുള്ള വായുവിനാൽ വന്നെത്തുന്ന പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തിന് ഭക്ഷണമായി മാറുന്ന ആ സത്രമാണ്, ആലയമാണ് ഓരോ കാവലാണ് ഈ ജീവപ്രപഞ്ചത്തിൻ്റെ കാവൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ പൂവും വിരിഞ്ഞുണ്ടായതാണ്. ആ പൂക്കളെ വിരിയിക്കുന്നതും അതിനെ പരാഗണം നടത്തി അതിൽ ധാന്യങ്ങളാക്കുന്നതും ഈ ദേശത്തിൻ്റെ കാവലാളാണ് കവുങ്ങ്. അതെ, ഈ കാവലാണ് കവുങ്ങ്. പാടത്തിന് കാവൽ കവുങ്ങ് മാത്രമാണ്. കാടലിന് കാവൽ എന്താണെന്നറിയാം? കൽപ്പവൃക്ഷമാണ്. കൽപ്പാന്തത്തെ തടുക്കുന്ന വൃക്ഷം കൽപ്പമാണ്, തെങ്ങാണ്. അത് കൽപ്പാന്ത പ്രളയത്തെ തടുക്കുവാനുള്ള ശേഷി തെങ്ങിനാണെങ്കിൽ നമ്മളുടെ ജീവനാംശത്തെ തരുവാൻ കാവലായിരിക്കുന്ന, അതായത് ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾക്ക് കാവലായിരിക്കുന്ന, കാവുകൾക്ക് തൂണായിരിക്കുന്ന, തണലായിരിക്കുന്ന, താങ്ങായിരിക്കുന്ന ആ വൃക്ഷം, അത് ഈ വൃക്ഷമാണ്, വിദ്യാവൃക്ഷമാണ്. ആ വിദ്യാവൃക്ഷത്തെ വെട്ടി നശിപ്പിക്കാതിരിക്കുക. ഓരോ ദക്ഷിണയും ചവച്ച് തുപ്പി. വിദ്യാവൃക്ഷം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ വരും തലമുറ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ഗുരുവിന് കൊടുക്കുമ്പോൾ, ഏത് വിദ്യ പഠിച്ചിട്ടാണേലും ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിദ്യാവൃക്ഷത്തിൻ്റെ ഫലമാണ് കൊടുക്കുന്നത്. ആ വിദ്യാവൃക്ഷം എന്താണ്, അത് ശബരിമല ശാസ്താവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് കിടക്കുന്നു, അയ്യനുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യത്തിന് പ്രണവവേദയുടെ ആചാര്യം എന്നുള്ള നിലയ്ക്ക് സന്തോഷി ഇന്നതിന് ഒരു ലഘു ഉത്തരം തന്നിട്ടുണ്ട്. അത് കുറേ കൂടെ വിശദീകരിച്ച് അറിയേണ്ടതുണ്ട്. വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അങ്ങ് സന്തോഷിൽ നിന്ന് നമുക്കത് കിട്ടും എന്ന് തന്നെ ധരിച്ചു. തീർച്ചയായിട്ടും ഈ വിദ്യാവൃക്ഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിയണം. ഈ വൃക്ഷത്തെ വളരെ പവിത്രമായിട്ട് കാണണം. ഇത് മുറുക്കാനല്ല ഉപയോഗിക്കേണ്ടത്, നമ്മൾ ചവച്ച് തുപ്പേണ്ട ഒന്നല്ല. അത് നാടിന് കാവലായിട്ട് കവുങ്ങ് നട്ടുപിടിപ്പിക്കുന്ന, നമ്മളുടെ തൊടികളെ ചിട്ടപ്പെടുത്തുന്നത് ശ്രീധർമ്മശാസ്ത്രത്താലാണ്.
തെങ്ങ്, വാഴ, കവുങ്ങ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ പരിസ്ഥിതിയെ സന്തുലിതമായിട്ട് നിലനിർത്തുന്നത്, ജീവനെ എങ്ങനെയാണ് പരിരക്ഷിക്കുന്നതെന്നുള്ള ശാസ്ത്രബോധത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ 108 നാമങ്ങളിൽ, ശാസ്താവിൻ്റെ 108 നാമങ്ങളിൽ വിദ്യാവൃക്ഷായ നമ എന്ന് പറയുന്നതിൻ്റെ ആ ഉത്തരം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൽപ്പവൃക്ഷായ നമ. ആ കൽപ്പവൃക്ഷം തെങ്ങാണ്. ആ നാളികേരമാണ് ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വിത്താണ്, കാവിൻ്റെ കാവലായിട്ടുള്ള വിത്താണ് നമ്മുടെ വിദ്യാവൃക്ഷത്തിൻ്റെ വിത്ത്. അത് കവുങ്ങാണ്. നമസ്തേ സന്തോഷി. നമസ്തേ.